ഒന്നുമില്ല. Take your test book, please. Science test book, page 170. So yesterday we were studying about solar eclipse and lunar eclipse. Yesterday we saw, isn't it? Solar eclipse and lunar eclipse we saw. And once again I will tell you how the solar eclipse take place. If the moon comes, if moon, sun and earth comes in a straight line, and if earth, the moon comes in the middle, means between earth and moon, sorry, earth and sun, then some part of earth will be blocked by the moon, means the shadow of moon will fall on earth, and that is solar eclipse. And just opposite, lunar eclipse is if these three comes in straight line, and if the earth comes in the middle, and the sunlight will not fall on moon due to earth shadow. So this is a lunar eclipse, and both are having complete solar eclipse and partial solar eclipse, plus complete lunar eclipse and partial lunar eclipse. ഇത്രയും നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങളാണ്. എങ്ങനെ ഉണ്ടാവുന്ന എക്ലിപ്സുകള്, ആൻഡ് കംപ്ലീറ്റ് സോളാർ എക്ലിപ്സ് എന്താണ്, കംപ്ലീറ്റ് ലൂണാർ എക്ലിപ്സ് എന്താണ്, പാർഷ്യൽ എക്ലിപ്സുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. Next we shall study about artificial satellites. Satellite means what? ഉപഗ്രഹം. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹം. ഇനി മൂൺ ഈസ് എ സാറ്റലൈറ്റ്. ജോസി, നിന്നെ ഞാൻ ഉറപ്പാ ചന്ദ്രനിൽ കൊണ്ട് തട്ടും. അവിടെ ഇരുന്ന് തന്നെത്താൻ ഇരുന്ന് പുറത്തോണ്ടിരിക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കട്ടെ, അവിടെ വർത്താനം പറയുന്ന ആളെ ഓടിച്ചും വിടും. അവിടുന്ന് വർത്താനം പറയാൻ പറ്റൂലെന്ന് മിസ്സല്ലേ പറഞ്ഞ, ചന്ദ്രനിൽ എയർ ഇല്ലാത്തോണ്ട് വർത്താനം പറയാൻ പറ്റൂലെന്ന്. പിന്നെ ഞാൻ എങ്ങനെ പുറകുറുക്കാൻ? നീ പിറുപിറുക്കുന്നു, നീ അല്ല ഒച്ച വെച്ചാൽ പോലും കേൾക്കില്ല. പിന്നെ പിറുപിറുത്താൽ ആര് കേൾക്കാന്? ആരുണ്ട് അവിടെ കേൾക്കാന്? സോ ഇപ്പൊ നീ ഒരു കാര്യം ചെയ്ത് അവിടെ വർത്താനം പറയുന്ന ആളെ ഓടിച്ചു വിട്ടേ. ഹൂ ഇസ് ദേർ? വർത്താനം പറയുന്നല്ല മിസ്സേ, അവിടെ പുറകിൽ എന്തോ ഒരു കാര്യം നടന്നു. അതെന്താ ഒന്നും മനസ്സിലാകുന്നില്ല. സമയമായില്ലേ കിടന്നിട്ട് ലിപ് മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ വട്ടുണ്ടല്ലേ? ശരി, അങ്ങനെ അങ്ങോട്ട് ഇരിക്കുക. ഇനി അങ്ങോട്ട് നോക്കണ്ട. ഇന്ന് ക്ലാസ്സിൽ ആരോ പാട്ട് പാടുന്നുണ്ടായിരുന്നല്ലോ. നമ്മുടെ ക്ലാസ്സിലായിരുന്നോ? അതോ മറ്റേ വേറെ ഏതോ ക്ലാസ്സിലാണോന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഇനി ജോസി പാട്ട് പാടിക്കൊണ്ടിരുന്നതാണോ, ആരോട് വർത്താനം പറയുന്നതാണോ? ഇപ്പം പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയോ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. എനിവേ ശരി, നമുക്ക് എഡ്വിൻ ആരോടാ വർത്താനം പറയുന്നേ? അങ്ങോട്ട് നോക്കി എന്തോ പറയുന്നുണ്ടായിരുന്നു. ഏബൽ ബിനോയ് പോയാ? ഏബൽ ബിനോയ് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടെന്ന് കേറുന്നതാണ്. എന്തെങ്കിലും ചോദിച്ച ഉടനെ പോകും. ഏബൽ എന്താ ക്ലാസ്സുകളിലൊന്നും കേറാൻ? രാവിലത്തെ ക്ലാസ്സിലൊന്ന് കേറിയതായിട്ട് കണ്ടു, പിന്നെ കണ്ടില്ലല്ലോ. എന്റെ മനസ്സിലായില്ല. സാരമില്ല, റേഞ്ച് ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇനി പറയണ്ട കേട്ടോ. മോർണിംഗ് ക്ലാസ് കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് ഒക്കെ ഞാൻ 2-3 ആഴ്ച അടുപ്പിച്ച് മെസ്സേജ് വരുന്നുണ്ട്, മിസ്സേ കമ്പ്യൂട്ടർ ക്ലാസ് കയറാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ കമ്പ്യൂട്ടർ ക്ലാസ്? ഉച്ചയ്ക്കാ. രാവിലെയും പുള്ളി മെസ്സേജ് വിടും, കമ്പ്യൂട്ടർ ക്ലാസ് കയറാൻ പറ്റിയില്ലെന്നും പറഞ്ഞുകൊണ്ട്. ഓക്കെ ശരി. ഇനി നമ്മള് സാറ്റലൈറ്റ് മീൻസ് ഉപഗ്രഹങ്ങള്. അപ്പം മൂൺ ഈസ് എ സാറ്റലൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് എ നാച്ചുറൽ സാറ്റലൈറ്റ്. മൂൺ ഈസ് ദ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആര്? നമ്മൾ കേരളക്കാരാണോ? എനിവേ സയന്റിസ്റ്റുകൾ കുറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പിന്നെ സാറ്റലൈറ്റുകൾ വിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഡിഫറെന്റ് കൺട്രിയിൽ നിന്നുള്ള ആൾക്കാർ വിട്ടിട്ടുണ്ട്. നോട്ട് ഓൺലി ഫ്രം ഇന്ത്യ,
from America, China, like that way, different countries, scientists have been sent, launched many artificial satellites. For what do you know? എന്തിനു വേണ്ടിയായിരിക്കും ഇതിനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത്? ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ? മൂണിന്റെ ചിത്രമൊക്കെ പകർത്തി സ്പേസിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഈ സ്പേസ് ഈസ് എ മിസ്റ്ററി ഫോർ അസ്. ബഹിരാകാശം എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്, രഹസ്യമാണ്. നമുക്കൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം നമുക്കിപ്പം അമേരിക്കയെ കുറിച്ച് അറിയണമെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി. രാവിലെ സെർച്ച് ചെയ്ത പോലെ അമേരിക്കയെ കുറിച്ചുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ നമുക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും. പിന്നെ ഒരുപാട് ആൾക്കാർ അമേരിക്കയിൽ നമ്മുടെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്, റിലേറ്റീവ്സും ഇന്ത്യക്കാരായിട്ടുള്ളൂ മറ്റു രാജ്യങ്ങളും, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പക്ഷേ ചന്ദ്രനിൽ അങ്ങനെ ടൂർ പോകുന്ന പോലെ നമ്മൾ രാവിലെ പോയ പോലെ പെട്ടെന്ന് പോയി വരാൻ പറ്റത്തില്ല അല്ലേ? അതുകൊണ്ട് എപ്പോഴും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമോ അല്ലെന്നോ അല്ല. പക്ഷെ നമ്മുടെ ലക്കിന് നമ്മളൊക്കെ രാവിലെ വണ്ടി കിട്ടി, നമ്മൾ പോയി എല്ലാം കണ്ടു കെട്ടിങ്ങ് പോന്നു. പക്ഷെ ഈ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് പോയി അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ലാത്തതുകൊണ്ട് സ്പേസിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആരെ വിടും അങ്ങോട്ട്? വി വിൽ സെൻഡ് ദ സാറ്റലൈറ്റുകളെ വിട്ട് അതിൽ വലിയ വില കൂടിയ ക്യാമറയൊക്കെ പിടിപ്പിച്ച് എല്ലാ സംവിധാനങ്ങളും ആക്കിയിട്ടാണ് വിടുന്നത്. അത് പോയിട്ട് വന്നു, രക്ഷപ്പെട്ടു. കഴിഞ്ഞ ഇടയ്ക്ക് ഒരെണ്ണം വിക്ഷേപിച്ചതിനെ കുറിച്ച് ഇന്ന് വരെ ഒരു വിവരവും ഇല്ല. ലാസ്റ്റ് ഇയർ നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു സാറ്റലൈറ്റ് വിട്ടിട്ട് ഒരു വിവരവും ഇല്ല, എങ്ങോട്ട് പോയി എന്ന് പോലും കൂടെ അറിയത്തില്ല. കുറെ ദൂരം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് അങ്ങ് എത്താറായപ്പോഴത്തേനും പുള്ളി എങ്ങോട്ടോ നമ്മളോട് മിണ്ടാതെ പോയി. പിന്നെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല സംഭവം എവിടെയുണ്ടെന്ന്. അതാണ് സ്പേസിലെ അവസ്ഥ. കാരണം ബിക്കോസ് ദർ ഇസ് നോ എയർ, അവിടെ എയർ ഒന്നും ഇല്ല. എന്താ ഹന്നമ്മ? അങ്ങോട്ട് അയച്ചത് ചന്ദ്രയാൻ 2 ആണ്. ചന്ദ്രയാനൊക്കെ വിട്ടു, ചന്ദ്രയാനൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഇയർ ഒരെണ്ണം വിട്ടു, അതിന്റെ പേരൊക്കെ ഉണ്ടായിരുന്നു. എന്തോ അങ്ങ് എത്താറായി കഴിഞ്ഞ് പിന്നെ അതിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതായിപ്പോയി, ഒരു പിന്നെ സാറ്റലൈറ്റിനെ വിട്ടിട്ട്. അത് പക്ഷെ നമ്മള് 1 2 അല്ലെങ്കിൽ 100 1000 അല്ലെങ്കിൽ ലാക്സോ ഒന്നും മുടക്കിയാൽ പോരാ. അതിന് വേണ്ടിയിട്ട് നിയർലി 500 crore മണി, 500 കോടി 1000 കോടി രൂപയൊക്കെ മുടക്കിയിട്ടാണ് ഒരു സാറ്റലൈറ്റിനെ നമ്മൾ അങ്ങോട്ട് ലോഞ്ച് ചെയ്യുന്ന വിടുന്നത്. ചെന്നിട്ട് പുള്ളി പോകുന്ന വഴിക്ക് കയ്യും കാലും ഒക്കെ ഒടിഞ്ഞു പോകും ചിലപ്പം, പിന്നെ നമുക്ക് ഒരു വിവരം കിട്ടിയല്ല. പക്ഷേ എല്ലായ്പ്പോഴും ആ അവസ്ഥയല്ല. സംടൈംസ് ദ ലോഞ്ചിങ് വിൽ ബി സക്സസ്ഫുൾ ആൻഡ് then it will give us a result. So can you hear what I say? കേൾക്കാവോ? ഇവിടെ ഇന്റർനെറ്റ് അൺസ്റ്റേബിൾ എന്ന് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് സാറ്റലൈറ്റുകളെ നമ്മള് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സക്സസ് ആണെങ്കിൽ നമുക്ക് ഇറ്റ് വിൽ ഗീവ് us very valuable information about space, moon and other planets and all. But if it is failure, our money all will be lost. നമ്മുടെ പൈസയെല്ലാം നഷ്ടപ്പെടും. അല്ലെങ്കിൽ നമുക്ക് സക്സസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് സ്പേസിനെ കുറിച്ച് തരും. സോ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് സാറ്റലൈറ്റ്സ് വിടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് അല്ലേ? ഇതെങ്ങനെയാ നിങ്ങൾ കേൾക്കുന്നത്? ഇവിടെ ഒരു ലാപ്പും ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈലും ഉണ്ട്. ഹൗ ക്യാൻ യു ഹിയർ ആൻഡ് ഹൗ ക്യാൻ യു സീ മീ? ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ എ സാറ്റലൈറ്റ്. സാറ്റലൈറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്. രാവിലെ നമ്മൾ ഇന്റർനെറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, കണക്ട് ആയിട്ടാണ്. ഓക്കെ, the moon is the Earth's only natural satellite. Many artificial satellites too revolve around the Earth. Okay, if you go to moon, there you can see many other satellites revolving around. ഇത് നമ്മൾ മൂണിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പോയപ്പോൾ ഒന്നിനും കണ്ടില്ല അല്ലേ? പക്ഷെ അവിടെ കുറെ സാറ്റലൈറ്റുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്, അത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട സാറ്റലൈറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഈ സാറ്റലൈറ്റുകൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ദേ വിൽ ഗീവ്. ഇത് എന്തോ ജോസി നിന്റെ ഫേസ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നത്? ക്യാമറയിലെല്ലാം ഉണ്ട്. ഈ യൂട്യൂബ് ക്ലാസ് ഒന്ന് കാണണം കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ just like monkey, she is showing some expressions on her face.
At least when you do, you should off your video. Okay. These are man-made objects sent into the space by scientists. Sputnik was the first man-made satellite. Very nice names. What is the first man-made satellite's name? It is Sputnik. Sputnik 1 was the first satellite that was made by human beings. Man-made satellite. That is natural satellite. നമ്മുടെ മൂണാണ്. ഇനി man-made satellite, the first satellite, man-made satellite is Sputnik 1. What is its name? Sputnik. Say Sputnik. Okay. Sputnik was the first man-made satellite. It was launched in 1957 by Russia. Which country launched this? Russia. In which year? 1957. 1957. ഇപ്പോൾ 50 years ഒക്കെ കഴിഞ്ഞു. 57-ൽ വിട്ടതാണ്. Now it is 63 years ആയി. 2021 ആയില്ല, 64 years ആകുന്നു. സോറി, 2057-ലല്ലേ? Okay. അത്രയും വർഷം നേരത്തെ വിട്ടതാണ് സ്പുട്നിക്. Sputnik 1 was the first man-made satellite that has been sent to the space by Russia. And since then, many satellites have been sent into space by different countries. പല കൺട്രീസും ആദ്യം വിട്ടത് റഷ്യക്കാരാണ്, ശേഷം പല കൺട്രീസും വിട്ടു. India has sent many satellites into space. India is one of the 6 nations of the world which has the technical know-how for sending a satellite into the Earth's orbit. In 1975, we launched our first satellite called Aryabhatta. Okay, Sputnik was sent by Russia in the year 1957, and it was the first man-made satellite. Okay, after that, many other countries also have sent many satellites, and India also has sent. In the year 1975, India has sent its first satellite, man-made satellite, that is Aryabhatta, and it gives many information for us. എന്ന് പറഞ്ഞാൽ 1957-ല് സ്പുട്നിക് എന്ന് പറയുന്ന ഫസ്റ്റ് മാൻമെയ്ഡ് സാറ്റലൈറ്റ് റഷ്യ സ്പേസിലേക്ക് വിട്ടു. അതിനുശേഷം മറ്റു കൺട്രീസ് ഒക്കെ സാറ്റലൈറ്റുകൾ അയക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇൻ ദ ഇയർ 1975-ല് ഇന്ത്യയും ഒരു സാറ്റലൈറ്റ് വിട്ടു. നമ്മളും വിട്ടു. ആരെ? എന്താണ് പേര്? നമ്മുടെ ഫസ്റ്റ് സാറ്റലൈറ്റിന്റെ പേര് Aryabhatta. Aryabhatta was the first Indian made satellite. ഇന്ത്യയുടെ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഫസ്റ്റ് സാറ്റലൈറ്റ്. സോ റിമെമ്പർ ദാറ്റ് ഫസ്റ്റ് മാൻമെയ്ഡ് സാറ്റലൈറ്റ് ഈസ് സ്പുട്നിക് 1. സ്പുട്നിക് അതാരാ വിട്ടത്? റഷ്യ. പക്ഷെ ഇന്ത്യ വിട്ട ആദ്യത്തെ സാറ്റലൈറ്റിന്റെ പേരെന്താണ്? ആര്യഭട്ട. ആര്യഭട്ട വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ ലോഞ്ച്ഡ്. ഓക്കെ, നൗ എല്ലാ രാജ്യങ്ങളിലും വെച്ച് ഇന്ത്യ ഈസ് 6th കൺട്രി. അതായത് ഇന്ത്യക്ക് സ്പേസിലേക്കുള്ള ഇങ്ങനത്തെ സ്പേസ് ക്രാഫ്റ്റുകളും സാറ്റലൈറ്റുകളൊക്കെ വിക്ഷേപിക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. സോ ഫസ്റ്റ് അമേരിക്കയും ഒക്കെ ആണെങ്കിലും നമ്മൾ 6th പൊസിഷനിൽ എത്തിയിട്ടുണ്ട്, 6ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇന്ത്യ. അത്രയും വലിയ നേട്ടങ്ങളാണ് ഇന്ത്യക്കുള്ളത്. എത്ര കൺട്രീസ് ഉണ്ട് അല്ലേ? അത്രയും കൺട്രീസിനെ വെച്ച് നമുക്ക് അതിൽ 6th പൊസിഷനാണ് ഇന്ത്യക്കുള്ളത്. യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. Then for what we are sending these artificial satellites? See, first one, have you seen the weather report on the television news and the pictures taken by satellites of clouds covering different parts of India? Have you seen the news in news TV or Asianet News, Manorama News, Madhubhumi News, Kairali News, 24 News and all? അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളുടെ ടിവിയിലേ ഇല്ലല്ലോ അല്ലേ? ന്യൂസ് ചാനൽ ഉണ്ടോ നിങ്ങളുടെ വീട്ടിലെ ടിവിയില്?
ആ, 1-2 പേരുടെ വീട്ടിലുണ്ട്. ആ ജോസിക്കൊന്നും അങ്ങനെ ഒരു സംഭവം എന്താണെന്ന് പറയത്തില്ല. ഓക്കെ, ഈ ഉള്ളവര് നോക്കിക്കേ. ഉള്ളവർ എപ്പോഴെങ്കിലും ഇത് വെച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങള്? ഇല്ല അല്ലെ? ഗുഡ് ചിൽഡ്രൻ, അവാർഡ് തരാം. ഓക്കെ, ഈ ന്യൂസ് ഒക്കെ കാണണം. എന്തിനാണെന്ന് അറിയാമോ? ന്യൂസിൽ നമ്മളെ ഒരുപാട് വിവരങ്ങൾ നമുക്കറിയാൻ പറ്റും. നമ്മളിപ്പം രാവിലെ ചന്ദ്രനിൽ പോയ പോലെ അമേരിക്കയിലും ഉഗാണ്ടയിലും പിന്നെ ആഫ്രിക്കയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ന്യൂസിലൂടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. മുഹമ്മദ് എങ്ങോട്ടാ പോകുന്നത്? ഭയങ്കര സ്പീഡിൽ എങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ഈ ന്യൂസ് ഒക്കെ വായിക്കുമ്പോൾ ന്യൂസിൽ ലാസ്റ്റ് കാലാവസ്ഥ എന്നും പറഞ്ഞുകൊണ്ടൊരു പരിപാടിയുണ്ട്. ലാസ്റ്റ് ന്യൂസിന്റെ ലാസ്റ്റ്. ഇന്ന് എല്ലാവരും ഒന്ന് ന്യൂസ് കേട്ട് നോക്കണം കേട്ടോ. TV വെച്ചിട്ട് ഏഷ്യാനെറ്റ് ന്യൂസോ മനോരമ ന്യൂസോ കൈരളി ന്യൂസോ ഏതെങ്കിലും ഒരു ന്യൂസ് വെക്കുക. 24 എന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ ലാസ്റ്റ് കാലാവസ്ഥയെ കുറിച്ച് പറയും. കാലാവസ്ഥ, ഇന്നത്തെ കാലാവസ്ഥ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇന്നത്തെ ചൂട്, താപനില എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടോ? ഓക്കെ, അതില് മഴ പെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും അല്ലെ? എങ്ങനെ ഇവര് പറയുന്നത്? ചുമ്മാ ഒരു തോന്നലിന് പറയണ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ആരും കടലിൽ പോകണ്ട, അങ്ങനെ ഒരു തോന്നലിന് പറയുന്നതാണ് അവര്. അല്ല, സാറ്റലൈറ്റിലൂടെ അവർക്ക് ഇൻഫോർമേഷൻ കിട്ടും. ആർക്ക്? സയന്റിസ്റ്റിന്. സാറ്റലൈറ്റിലൂടെ സയന്റിസ്റ്റിന് ഇൻഫോർമേഷൻ കിട്ടും. എന്നിട്ട് അവരത് TV-യിലൂടെയും റേഡിയോയിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയും മറ്റു മീഡിയാസിലൂടെയും ഒക്കെ ഇൻഫോം ചെയ്യും ജനങ്ങളെ. സൈക്ലോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചുഴലിക്കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സുനാമി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ടൊർണാഡോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ടൊർണാഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുഴലിക്കാറ്റ്. സൈക്ലോണ്, സൈക്ലോൺ എന്താ പറയുന്നേ? എന്താ സൈക്ലോൺ പറയുന്നത്? വലിയ കാറ്റ്, മഴയും കാറ്റും ഒക്കെ കൂടെ വരുന്നത്. ന്യൂനമർദ്ദം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവര് ചുമ്മാ ഒരു വെളിപാടുണ്ടായിട്ട് പറയുന്നതല്ല. എന്ത് വേണം അതിലൂട്ടാ? ഇപ്പൊ ചുഴലിക്കാറ്റ് അങ്ങോട്ട് വരുവേ വീട്ടിലേക്ക്. ഓക്കെ, അങ്ങനെ സയന്റിസ്റ്റ് will give information or they will forecast the climate, weather. കാലാവസ്ഥയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകും. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു, അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നൊക്കെ പറയും. അത് കേട്ടിട്ട് അത് അവഗണിച്ച് കടലിൽ പോയാൽ ചിലപ്പോൾ ന്യൂനമർദ്ദം ഉണ്ടാകും, അവരൊക്കെ കടലിൽ അകപ്പെട്ടു പോകും, ചിലപ്പോൾ മരിച്ചു എന്നൊക്കെ വരും. സോ ഹൗ ദ സയന്റിസ്റ്റ് വിൽ കം ടു നോ അബൌട്ട് ഇറ്റ്? They are using the radars of satellites. Satellites-ന്റെ റഡാർസ് ഒക്കെ അവർക്ക് സിഗ്നൽ കൊടുക്കും. അവിടെ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ കൊടുങ്കാറ്റൊക്കെ രൂപപ്പെടുന്ന, ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ഇൻഫർമേഷൻ കിട്ടും. Then they will inform us. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. Weather satellites take pictures of cloud movements and help forecast weather so that the people are warned about dangerous storms and cyclones before they actually happen. ഇപ്പം ഇന്ന് ചുഴലിക്കാറ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇന്ന് കൊടുങ്കാറ്റ് ഉണ്ടാകുന്നതിന് ഇന്നല്ല നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത്. ബിഫോർ 2-3 days itself they will give us information telling that there is possibility for a ടൊർണാഡോ ഓർ സൈക്ലോൺ ലൈക്ക് ദാറ്റ് വേ. നിങ്ങൾ കഴിഞ്ഞ നമുക്കൊരു 2 മാസം മുന്നേ നമുക്കറിയാം ഒരു ചുഴലിക്കാറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പിന്നെ സൈക്ലോണിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ പറ്റി. എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അവരെ കുറച്ചുപേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കൊക്കെ മാറ്റി പാർപ്പിച്ചു. എങ്ങനെ ഇത് അറിയിപ്പ് കിട്ടുന്നത്? Weather satellites take the photos and they will get the information about this. So when the scientists inform us, we can come to know that a dangerous situation is going to take place. So we can take any precautions. നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും, മുൻകരുതലുകൾ എടുക്കാൻ പറ്റും. കൊടുങ്കാറ്റൊക്കെ വീശുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകാൻ ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ we will cancel our trip and all. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച നമ്മുടെ യാത്രയൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ തന്നെ ഇരിക്കും. അല്ലെ വീടിന്റെ മുറ്റത്തൊക്കെ ഉള്ള മരമൊക്കെ ഉണ്ടെന്നിട്ട് അത് മുറിച്ചു മാറ്റാൻ നോക്കും. കാരണം കാറ്റടിച്ചത് നമ്മുടെ വീടിന്റെ മുകളിലോട്ട് മറിഞ്ഞു വീണാൽ കൂടുതൽ ഡേഞ്ചറസ് ആണ്. ഇങ്ങനെയൊക്കെ ഉള്ളത്. സോ we can
So that people are warned about dangerous storms or cyclones before they actually happen. You are able to watch live cricket matches on television because of artificial satellites. Do you watch crickets, footballs and all in your TV? Matches ഒക്കെ കാണാറുണ്ടോ വീട്ടില്? അതേ സ്വന്തം കളിക്കാറേ ഉള്ളോ? ആരെങ്കിലും ഈ ക്ലാസ്സിൽ ആരെങ്കിലും സ്റ്റുഡന്റ് will you watch the cricket or football or kabaddi or like any athletic competitions and all on your television? Yes. അവിടെ കുറച്ച് പേര് സ്വന്തം കളിക്കുള്ളൂ. അവരാണ് ഇന്ത്യയിലെ ധോണിയും കോഹ്ലിയും ഒക്കെ തോന്നുന്നു. അവർ വേറെ കോഹ്ലിയുടെയും ധോണിയുടെയും ഒന്നും കളി കാണാൻ നിൽക്കാറില്ല അല്ലെ? ഓക്കെ, ശരി. എങ്ങനെ നമ്മളത് അവരെ അവിടെ കളിക്കുമ്പോൾ ലൈവായിട്ട് കാണുന്നത്? സാറ്റലൈറ്റ് നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യും അല്ലേ? ഓക്കെ. Because of our artificial satellites. Communication satellites are used for radio and television transmission, telephonic communication and internet. ഇപ്പൊ ഇന്റർനെറ്റ്, അതുപോലെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഞാനിപ്പോ ഇവിടുന്ന് ഫോൺ വിളിക്കാം, നിങ്ങളുടെ ഒക്കെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഫോൺ എടുത്ത് സംസാരിക്കും അല്ലേ? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇനി ഇവിടുത്തെ വേണ്ട, പോട്ടെ, ദുബായിലൊക്കെയുള്ള അല്ലെങ്കിൽ പുറം രാജ്യത്തുള്ള നമ്മളുടെ ഡിയർ ആൻഡ് ഡിയർ വൺസിനെ ഒക്കെ നമ്മൾ വീഡിയോ കോൾ ഒക്കെ വിളിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സാറ്റലൈറ്റില് ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടാണ് നമുക്കിത്. ഇന്റർനെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും സാറ്റലൈറ്റിൽ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. Artificial satellites can also give us different kinds of information about a particular area or region on Earth. നമ്മൾ കണ്ടതാണല്ലേ, നമ്മുടെ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയനെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങളൊക്കെ തരാൻ പറ്റും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഇപ്പൊ നമ്മൾ കണ്ടു ചന്ദ്രനില് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റി അല്ലേ? ദിസ് ഇൻക്ലൂഡ്സ് ഫോറസ്ട്രി ഡാറ്റ, groundwater data, fishing areas in the sea, ocean studies, etc. Artificial satellites also give us information about the space around the earth and other astronomical observations. അത് നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ് അല്ലേ? അപ്പം ഈ സാറ്റലൈറ്റ്സ് വിൽ ഗീവ് ഇൻഫോർമേഷൻ അബൌട്ട് ഇറ്റ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എഡ്വിൻ എങ്ങോട്ടാ പോകുന്നത്? സാറ്റലൈറ്റ് ഉണ്ടോ അവിടെ? ക്യാമറയൊക്കെ തിരിച്ചു പിടിച്ച. ഓക്കെ, സോ സാറ്റലൈറ്റ്സ് ആർ വെരി യൂസ്ഫുൾ ഫോർ അസ്. നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് സാറ്റലൈറ്റ്സ്. ഓക്കെ, നമ്മുടെ ലെസൺ കംപ്ലീറ്റ് ചെയ്തു. Shall we wind up the class now? We'll continue in the next class. Okay. Bye then. Bye-bye.